ഹായ്, എൻ്റെ ഒരു ഫോളോവർ കുട്ടി ഷിബിന റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആൾ പറഞ്ഞേക്കുന്നത്. സോ വൈറ്റമിൻസ് റിലേറ്റഡ് നമ്മൾ പേഷ്യൻ്റ് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാം എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഇല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലോങ് ആയി പോകും. ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നൊരു പോയിൻറ്റ്, ടേക്ക് ദ വൈറ്റമിൻ ആസ് അഡ്വൈസ്ഡ് ഓർ ആസ് റെക്കമെൻഡഡ്. അതേപോലെ ബെസ്റ്റ് ടൈം ടു ടേക്ക് ദാറ്റ് വൈറ്റമിൻ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വൈറ്റമിന് ഏത് ടൈമിലാണ്? ഫോർ എക്സാമ്പിൾ ബി കോംപ്ലക്സ് നമ്മൾ പറയുന്നത് മോർണിംഗിലാണ്, കാരണം അത് എനർജി പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ആ ഡേ ഒരു എനർജി വേണമെങ്കിൽ നമ്മൾ മോർണിംഗിൽ എടുക്കുന്നതാണ് നല്ലത്. ബട്ട് നൈറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ലീപ്പിനൊക്കെ ഡിസ്റ്റർബ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ വൈറ്റമിൻ ഡി നമ്മൾ എടുക്കാൻ പറയുന്നത് ആഫ്റ്റർ ഫുഡാണ്. വൈറ്റമിൻ ഡി നിങ്ങൾക്കറിയാം ഒരു ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ്. അപ്പോൾ ഫാറ്റായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് അതെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ അതിൻ്റെ അബ്സോർപ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ പറയേണ്ട മറ്റൊരു പോയിൻ്റാണ്, നോട്ട് ഓൾ വൈറ്റമിൻസ് ക്യാൻ ബി ടേക്കൻ ടുഗദർ. അപ്പോൾ നമുക്ക് എല്ലാ വൈറ്റമിൻസും ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല, എല്ലാ സപ്ലിമെൻറ്റും ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. അതിന് എക്സാമ്പിളാണ് നമ്മൾ അയണും കാൽഷ്യം പറഞ്ഞത് അല്ലേ. അപ്പോൾ അതിൽ കാൽഷ്യം അയണിൻ്റെ അബ്സോർപ്ഷനെ ബ്ലോക്ക് ചെയ്യും, അതുകൊണ്ട് തന്നെ സെയിം ടൈമിൽ ഇത് എടുക്കരുതെന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് ക്യാൻ എഫക്റ്റ് അബ്സോർപ്ഷൻ. ഈ വൈറ്റമിൻസ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സിൻ്റെയൊക്കെ അബ്സോർപ്ഷനെ എഫക്റ്റ് ചെയ്യാൻ ഫുഡിന് പറ്റും. അതിന് എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞ സെയിം ഒരു കാര്യം, ചില ഫുഡിന് അതിൻ്റെ ചില സപ്ലിമെൻറ്റിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ പറ്റും. വൈറ്റമിൻ സി ക്യാൻ എൻഹാൻസ് ദ അബ്സോർപ്ഷൻ ഓഫ് അയൺ അല്ലേ. അതേപോലെ നമ്മൾ ഈ ടീ അല്ലെങ്കിൽ കോഫിയൊക്കെ കഴിച്ചിട്ട് അയൺ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഈ ടീയിലും കോഫിയിലും ഒക്കെ പോളിഫിനോൾസ് ലൈക്ക് ടാനിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ടാനിൻസ് ഒക്കെ അയണായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. ചില കാര്യം എന്ന് പറഞ്ഞാൽ മോർ വൈറ്റമിൻ ഈസ് മോർ ഹെൽത്ത്, ആ ഒരു കോൺസെപ്റ്റ് ഒഴിവാക്കാം. അപ്പോൾ വൈറ്റമിൻസ് ഒക്കെ ഒത്തിരി യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് ഹാംഫുൾ ആയിട്ട് നമുക്ക് ബോഡിക്ക് മാറാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു കാര്യം, നിങ്ങൾ മറ്റേതെങ്കിലും മെഡിസിൻസ് ഓൾറെഡി കഴിക്കുന്നവരാണെങ്കിൽ അത് ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടറിനോട് ഇൻഫോം ചെയ്യണം. അവസാനമായിട്ട് ഒരു പോയിന്റും കൂടെ പറയാം, നമ്മളോട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ് ഫോളോ ദ കറക്റ്റ് ഡോസ് ആൻഡ് ഡ്യൂറേഷൻ. അതും ഇതിലൊരു സേഫ് ആയിട്ടുള്ള യൂസ് ഓഫ് വൈറ്റമിൻസ് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.